നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോ നമ്മൾ കരുതുന്ന ആളെ അല്ല അല്ലേ ശരത്ത്? കോൾഡ് ബ്ലഡ് ക്രിമിനൽ എന്നൊക്കെ പറയാറില്ലേ, അതായത് പഴയ കൊലപാതകങ്ങൾ മാത്രമല്ല, ഈയിടെ നടന്ന പുതിയ 2 കൊലപാതകങ്ങൾ ഇവനാ ചെയ്തത്. ഒന്ന് നടേശൻ സാറിൻ്റെ, ഒന്ന് SI റൂബിയുടെ. നമ്മൾ ആലോചിക്കേണ്ടത് എങ്ങനെ ശരത്തിനെ കൊടുക്കുമെന്ന്. മോൻ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കും. ആ ശരവണൻ നമ്മളിവിടെ നിൽക്കോ? എങ്കിൽ നമ്മൾ ഈ കേസിൽ ജയിക്കും. ശരവണ് നല്ല ഭയമുണ്ട്, അവനെ കൊല്ലുമെന്ന്. കൈ കിട്ടിയ ശരത്ത് അത് തന്നെ ചെയ്യും. ശരവണ് സ്വസ്ഥമായിട്ട് ജീവിക്കുകയും വേണം, ശരത്തിനെ കൊടുക്കുകയും വേണം. അതാ അവൻ്റെ മനസ്സിൽ. ഒരു വഴിയുണ്ട്. സ്വന്തം ജീവന് ഭീഷണിയുണ്ടെന്ന് പറഞ്ഞ് ശരവണനെ കൊണ്ട് ഒരു ഹർജി ഫയൽ ചെയ്യിപ്പിക്കാം നമുക്ക് കോടതിയിൽ. ആ ഹർജിയിൽ തന്നെ കൊല്ലാൻ നോക്കുന്നത് ശരത്താണെന്ന് കൂടി പറയാം. പോലീസിനോട് അന്വേഷിക്കാൻ എന്തായാലും കോടതി പറയും. കോടതി വഴിയുള്ള നീക്കമായതുകൊണ്ട് പോലീസുകാർ കുഴപ്പമില്ല. ശരവണനെ ഏതായാലും ഒരു പരാതി കേൾക്കാൻ വിളിക്കും. ആ സമയത്ത് ശരത്തിനെ കുറിച്ചുള്ളതെല്ലാം തുറന്നു പറയണം. അങ്ങനെ ചെയ്ത ശരവണൻ പിടിയിലാവത്തില്ലേ? പലതും അവർ രണ്ടുപേരും ഒരുമിച്ചാ ചെയ്തിരിക്കുന്നത്. പിടിയിലാവും. കേസിന് ബലം കിട്ടാൻ ശരവണനെ മാപ്പുസാക്ഷിയാക്കാൻ ഞാൻ വിചാരിച്ച സാധിക്കും. ശരവണൻ നിസ്സഹായനായിരുന്നു, ശരത്തിന്റെ ഭീഷണിക്ക് വഴങ്ങേണ്ടി വന്നു. അങ്ങനെ വാദിക്കാം നമുക്ക്. എങ്കിൽ നമുക്ക് ശരവണനെ വരുത്തല്ലേ? ആദ്യം ശരവണനുമായിട്ടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാം. ആദ്യം നമുക്ക് ശരവണനെ വിളിക്കാം, വന്ന് കാണാൻ പറയും. ശരി. ഹലോ. ആ, മനോഹരന്. ഞാൻ സിദ്ധാർത്ഥ വക്കീലിൻ്റെ അടുത്തുനിന്നാണ് വിളിക്കുന്നത്. വക്കീലിനെ ശരവണനെ ഒന്ന് കാണണമെന്ന്. ശരവണ് ദോഷം വരാത്ത രീതിയിൽ കാര്യങ്ങൾ നീക്കാമെന്നാ വക്കീൽ പറയുന്നത്. സമ്മതമാണോ? സമ്മതമാണ്. അവൻ കുടുങ്ങണം, എനിക്ക് അത്രേ ഉള്ളൂ. എങ്കിൽ സ്ഥലവും സമയമൊക്കെ അറിയിക്കാം, അപ്പോൾ വന്നാ മതി. ശരി. ശരവണൻ റെഡി, പിന്നെയെല്ലാം മോൻ്റെ കയ്യില്ല. അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ, നമ്മൾ ശരത്തിനെ പൂട്ടും.